ഹലോ ഗൈസ്, നാട്ടിൽ പോയാലോ? ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയപ്പോഴാണ് ഇന്ന് ബസ് ഓൾറെഡി 2 മണിക്കൂർ ലേറ്റ് ആണെന്ന്. പക്ഷെ കിടില മാമനായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ആ മാമ നമുക്ക് മുന്നേ പോയ ബസ്സുകാരിൽ നിന്ന് മുന്നേ എത്തി സേഫായിട്ട് നമ്മൾ എത്തിച്ചേർന്നു. പിന്നെ ഇടയ്ക്ക് 2-3 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനും ഒരു 20 മിനിറ്റ് നിർത്തിയിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ബസ്സിൽ കിട്ടില്ല പാട്ടാണ് ഇട്ടത്. അത് വലുതായിട്ട് ബോറടിക്കേണ്ടി വന്നില്ല. 6 മണിയായപ്പം പരിപ്പുരിയിലെത്തി. അവിടുന്ന് കടയ്ക്ക് ബസ് കയറി. കടയ്ക്ക് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ മടത്തറ ബസ് കയറി. അപ്പോൾ അവിടെ അമ്മ എന്നെ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ മടത്തറ മേളിൽ നടക്കുവാണ്. പിന്നെ വെച്ച് താമസിച്ചില്ല, നേരെ മേളിലോട്ട് കയറി. ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ക്ഷീണിച്ചാണ് നിന്നത്. പിന്നെ അവിടെ നിന്ന് കടല വാങ്ങിച്ച്. അതെനിക്കിഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഈ മസാല കടല ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഏത് മേളയിൽ പോയാലും മസാല കടല വാങ്ങാതിരിക്കില്ല. മസാല കടലയും വാങ്ങും, കോളിഫ്ലവറും വാങ്ങും. കോളിഫ്ലവർ നല്ല പൊരിച്ചതിനകത്ത് ഇങ്ങനെ തക്കാളി സോസൊക്കെ ഇട്ട് പറയുമ്പോഴേ കൊതി വരുന്നത്. കമ്മലുകൾ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഉണ്ടായിരുന്നു. പിന്നെ വള, മാല, അങ്ങനെ. അങ്ങനെ മേലേക്ക് കണ്ടിറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അവിടെ കുഞ്ഞുമണി ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റൂമിൽ പോയി. അയ്യോ, നമ്മളെ റൂമിൽ കിടക്കുന്ന സുഖം പേരെങ്ങ് പോയാലും കിട്ടൂല. എന്നും വിളിക്കും, മെസ്സേജ് ഇടുമെങ്കിലും നാട്ടിൽ വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. അടുത്താതെടുക്കാൻ പോയി, പക്ഷെ വീഡിയോ ഓൺ ചെയ്യാൻ ഞാൻ മറന്നുപോയി. അത് പിന്നെ പറയണ്ട, ഞാൻ പറഞ്ഞു നിനക്ക് തിന്നായിട്ടുള്ള സാധനം ചേട്ടൻ കൊണ്ടുവരുന്നു. തിന്നാനുള്ളത് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും കണ്ടത് തന്നെയാണ്. പിന്നെ അവളെ വീട്ടിലെ ബിരിയാണി തിന്നിട്ട് ഞാൻ തിരിച്ച് വർക്കിന് പോയി. ഇത് ഞാൻ വർക്ക് സ്ഥലത്ത് നിന്ന് പുതുതായിട്ട് പരിചയപ്പെട്ട എൻ്റെ ഫ്രണ്ടാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചായയും ബജ്ജിയൊക്കെ കുടിച്ച്. ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്, ബട്ട് നോർമൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ല. കാരണം അതായത് അർഹതപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ക്യാഷില്ലാത്ത കുട്ടികൾക്ക് ബുക്ക്, ബേഗ് ഇതൊക്കെ കൊടുക്കുന്നതും കൂടെ ആയിരുന്നു അവിടെ അന്നത്തെ ചടങ്ങിൽ. അതായത് ബർത്ത്ഡേ എന്നും പറഞ്ഞ് ബന്ധുക്കാരെ വിളിച്ച് അല്ലെങ്കിൽ അങ്ങനെ പൈസ കളയാതെ ആ പൈസയിൽ കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ ഇതിൽ ചെയ്യുന്നുണ്ടായിരുന്നു അവര്. ജന്മദിന ആഘോഷങ്ങളുടെ തുടക്കവും നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാധന സഹായവും ഭക്ഷ്യക്കിറ്റ് വിതരണവും മടത്തറ കാണി ഹൈസ്കൂളിൽ നിന്ന് SSLCക്ക് ഉന്നത വിജയം നേടിയ കുട്ടിക്കുള്ള ക്യാഷ് അവാർഡും വിതരണം ചെയ്തുകൊണ്ടുള്ള സുചിത്ര പന്ത്രണ്ടോ പെട്ടെന്ന് സുചിത്ര. ശ്രീനന്ദന അനന്തു. ോളം ഭക്ഷണം കരുതിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതെ പ്രിയപ്പെട്ടവർ പോകരുത്. ഇതാണ് ബർത്ത്ഡേ ബോയ്, അവൻ്റെ അച്ഛനും അമ്മയും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഗസ്റ്റ് വരാൻ ഉണ്ടായിരുന്നു. അപ്പം അവരെ തീറ്റി നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് പുതുതായിട്ട് എനിക്ക് വേറെ 2 ഫ്രണ്ട്സിനെ കിട്ടി. അതിലൊരാളാണ് ഇവൻ. അയ്യോ, ഇവൻ ക്യൂട്ടാണ് കേട്ടോ. ഇവൻ്റെ കൂടെ ബോൾ കളിക്കൊക്കെ വരുന്ന എൻ്റെ ചുരു. പിന്നെ എൻ്റെ ഒരു ചേട്ടനുണ്ട്. പക്ഷെ ഞാനും അവനായിരുന്നു ബലൂൺ കളി. വരേണ്ട ഗസ്റ്റൊക്കെ വന്ന അവരെയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി.